ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളെ സ്വന്തം ലച്ചുടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് ലച്ചുവിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാം. സർപ്രൈസ് എന്താണെന്നല്ല പറയാം കേട്ടോ. ഇന്ന് ലച്ചുവിൻ്റെ കയ്യിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താണെന്നറിയോ? മൈലാഞ്ചി. അവൾക്ക് മൈലാഞ്ചിയുടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി പറയണം ഒരു മൈലാഞ്ചി ട്യൂബ് വാങ്ങിച്ചു കൊടുക്കാം. മൈലാഞ്ചി ട്യൂബ് വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കെമിക്കലാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, മൈലാഞ്ചി ട്യൂബ് മേടിക്കാണ്ട് തന്നെ അരച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുമാത്രമല്ല, അവൾ കാണാണ്ട് ഇട്ട് കൊടുത്തിട്ട് രാവിലെ അവളുടെ കയ്യിൽ മൈലാഞ്ചി കാണുമ്പോൾ ഒരു സന്തോഷമാണോ അത് വേറെ എന്തെങ്കിലും എക്സ്പ്രഷൻ ആണോ എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകെ എല്ലാ ദിവസവും ലച്ചുവിനും ഓരോരോ സർപ്രൈസുകൾ കൊടുത്താലോ? എങ്ങനെ ഉണ്ടാവും അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ സന്തോഷം കണ്ടെത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം എൻ്റെ കുഞ്ഞ് പറയാണ് എനിക്ക് ഫ്ലൈറ്റിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടത് സാധിക്കില്ല. എനിക്ക് യൂറോപ്പിൽ പോകണം, അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞാലും കൊച്ചു ആഗ്രഹങ്ങൾ പറഞ്ഞാലോ നമുക്ക് സാധിക്കും. അങ്ങനെ അവർക്ക് കിട്ടുന്ന സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു കാര്യം. അപ്പം എൻ്റെ കുട്ടി പറഞ്ഞ ഒരാഗ്രഹമാണ്, അച്ഛൻ എനിക്ക് മൈലാഞ്ചി ഇടാൻ തോന്നുന്നുണ്ട്, കയ്യിൽ മൈലാഞ്ചി ഇട്ട് തരുമോ എന്നുള്ളത്. പക്ഷേ ട്യൂബ് പോലുള്ള സാധനങ്ങൾ ഭയങ്കര കെമിക്കലായതുകൊണ്ട് ഞാൻ അതിനെന്ത് ചെയ്തില്ല, കേൾക്കാത്ത പോലെ വിട്ടു. പക്ഷെ കുഞ്ഞിന് ഉണ്ടാവുന്ന വിഷമം എനിക്ക് മൈലാഞ്ചി ഇടാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അച്ഛൻ ഇത് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവുമല്ലോ. ആ വിഷമം പയ്യെ ഒരു സന്തോഷവും മധുരമാക്കി മാറ്റിയാലോ, അതും ഒരു സർപ്രൈസിലൂടെ. അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് അരച്ചിട്ട് നടൻ രീതിയിൽ എങ്ങനെയാണ് മൈലാഞ്ചി അരയ്ക്കേണ്ടതെന്നുള്ളത് ഇന്നത്തെ ജനറേഷൻ അറിയാമെന്ന് എനിക്കറിയില്ല. പണ്ട് എൻ്റെ 90s കിഡ്സിനൊക്കെ നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങൾക്കിത് ഭയങ്കര ക്രേസുള്ളൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് സ്കൂളിൽ എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴൊക്കെ ഈ വേലിക്കയിൽനിന്നൊക്കെ പറിച്ച് അരച്ച് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് തേയില വെള്ളം ഒഴിച്ച് പിടിപ്പിച്ച് വെച്ചാൽ കയ്യിലൊരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ, കൂടിപ്പോയൊരു അരമണിക്കൂർ കൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൊകാന്നിരിക്കും. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നാൽ ഷോ കാണിക്കാം, ഇങ്ങനെ ആ പറയടി എന്തടി പിന്നെ ഈ കൈ മാത്രമായിരിക്കും ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് പറയും, നിൻ്റെ കയ്യിൽ മൈലാഞ്ചിയോ? അന്ന് മൈലാഞ്ചി ഇടുന്ന ആൾക്കാരെന്നൊക്കെ ഭയങ്കര സ്റ്റാറുകളാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറയണേ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ ഒരു ചെറിയ ഫംഗ്ഷൻ വന്നോട്ടെ, വീട്ടിലോ അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കറിയാത്ത ആൾക്കാരായിക്കോട്ടെ, അവിടെ വരുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, മൈലാഞ്ചി ഇടും. പണ്ടത്തെ മെയിൻ ഡിസൈൻ ഇന്ന് യൂട്യൂബല്ല, എന്താ പറയുക, ഇനി മെഹന്തിയുടെ ഒരു സൈറ്റ് വരെയുണ്ട്. അതിൻ്റെ കുറേ ഡിസൈനുകളൊക്കെ ആയിട്ട്. അന്ന് ആകെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, തൊപ്പിയിടാം. ഇതിവിടെ ഒരു റൗണ്ട് വരയ്ക്കും, ഇതിവിടെ ഇങ്ങനെ തൊപ്പിയിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ അമ്മമാരുടെ സ്ഥിരം പടമായിരുന്നു, ഇങ്ങനെ ഈർക്കിലുണ്ടല്ലോ, ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തുകളിട്ട് കൊടുക്കാം. അന്നത്തെ ഡിസൈനുകൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓർമ്മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഷെയർ ചെയ്യും. എത്ര പേര് ഇങ്ങനെ തൊപ്പി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഈവനിങ് ഫംഗ്ഷന് വേണ്ടിയിട്ടോ സ്കൂൾ ഫംഗ്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ചിരുന്നിട്ട് മൈലാഞ്ചി അരച്ചിട്ട കഥകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നോട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകിക്കാതെ ലച്ചുവിന് സർപ്രൈസ് കൊടുത്താലോ? ഇപ്പോഴല്ല, ഇപ്പോൾ ഇട്ടിട്ട് രാവിലെ ഉള്ള എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓരോ ദിവസം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടീനെ സന്തോഷിപ്പിക്കുക അല്ലേ? കൂടെ നിങ്ങളുണ്ടെങ്കിൽ ഞാനും ഹാപ്പിയാണ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എന്തും ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ കമൻറ്റുകൾ ദൈവത്തിനോർത്ത് എന്നോടൊന്ന് പറയാം. എൻ്റെ ചില വീഡിയോസിൽ ഞാൻ ഉപയോഗിക്കുന്ന വോയിസ് കേൾക്കുമ്പോൾ എന്നോട് പലരും പറയേണ്ടത്, നീ ഇത് കൊഞ്ചി പറയണേ, മീൻസ് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയാണ്ട് നീ ഭയങ്കരമായിട്ട് കൊഞ്ചുന്നു കിട്ടുമെന്ന്. ഞാൻ മനഃപൂർവ്വം കൊഞ്ചി സംസാരിക്കുന്നതല്ല, അതെൻ്റെ ഒരു ടോൺ അങ്ങനെയായിട്ട് വരുന്നതാണ്. ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു മുൻപ്, ഒരു 3 വർഷം മുമ്പ്. അതും LP ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊറോണ സമയത്താണ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികളോട് നമുക്കറിയില്ല, നമ്മൾ കുട്ടികളെ കാണുന്നില്ലല്ലോ. കൂടുതലും വീഡിയോ ഓഫ് ചെയ്തിട്ട്, കാരണം റേഞ്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുത്ത കുഞ്ഞുങ്ങളോട്, അന്ന് കുഞ്ഞു കുട്ടികളാണ്, 2ാം ക്ലാസ് 3ാം ക്ലാസ് ചെറിയ കുഞ്ഞുങ്ങളല്ല,
അവരോട് അങ്ങനെ സംസാരിച്ച് ഒരു 3 കൊല്ലം കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു കൊഞ്ചി ഭാവിയായിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെ ഇപ്പോൾ ഞാനത് ഓർക്കുന്നുണ്ട്. അങ്ങനെ അത് ഭയങ്കര വല്ലാത്തൊരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സ്വന്തം 1000 മക്കളുണ്ടാവുന്ന ഒരു അമ്മയായിരിക്കും ഒരു അധ്യാപിക. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര അധികം പ്രൗഡാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താണ് ഫിനാൻസിലാണ് വർക്ക് ചെയ്യണമെങ്കിലും എൻ്റെ ആ ഓർമ്മകൾ എപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ശരി, അധികം വർത്തമാനം പറഞ്ഞാൽ ബോറടിപ്പിക്കുകയില്ല. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ നന്നായിട്ട് വർത്തമാനം പറയും. എനിക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വർത്തമാനം പറഞ്ഞ് തുടങ്ങി നിർത്തില്ല എന്നുള്ളത് എൻ്റെ ഒരു പോരായ്മയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലച്ചുവിന് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കാം. ലച്ചു നല്ല ഉറക്കാനുണ്ട്. ഞാൻ കൈ എനിക്ക് കാണിച്ചു തരാം. ഉറക്കത്തിന് എഴുന്നേക്കേണ്ട മുമ്പ് നമുക്ക് നമ്മുടെ ഈ ടാസ്കും പൂർത്തീകരിക്കാം. ഓക്കെ, നമുക്ക് വേഗം ടാസ്ക് പൂർത്തീകരിച്ചാലോ. അപ്പോഴത്തെ കൈ അവിടെ ഫ്രീ ആയിട്ടിരിക്കാം. ഈ കൈ നിറച്ചത് മൈലാഞ്ചിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നെടുത്ത നമ്മുടെ സർപ്രൈസിങ് ടാസ്ക് അവസാനിച്ചു. അത് ഡ്രൈ ആയതിനു ശേഷം ഞാൻ പോയി കഴുകി കളഞ്ഞിട്ടാണ് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ അതുവരെ നിങ്ങളെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കഴുകുകയാണെങ്കിൽ, അഥവാ ഞാൻ ഇനി ഉറങ്ങിപ്പോകണമെങ്കിൽ അറിയില്ലല്ലോ, കഴുകുകയാണെങ്കിൽ ഞാനത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അഥവാ ഞാൻ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ നാളെ രാവിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലിച്ചു കൈമ നോക്കി. എന്നിട്ടത് ഇഷ്ടമായി കൊച്ചിന്? ഇതെപ്പോൾ ഇട്ടു? രാത്രി കൈ കാണിച്ച ക്യാമറയിലേക്ക്